കെ പി നൌഷാദ് അലി മുഖ്യമന്ത്രി ഇന്ന് മുന കോൺഗ്രസിന് നേരെ തിരിച്ചുവച്ചിരിക്കുകയാണ്. സോണിയാഗാന്ധിയെ കാണാൻ കെ കരുണാകരൻ 2003 പോയിട്ട് കഴിഞ്ഞില്ല. കേരള ഹൗസിൽ കാത്തിരുന്നിട്ട് തിരിച്ചു വരേണ്ടി വന്നു. ഹിമന്ത ബിശ്വ ശർമ്മ, ഇപ്പോ അസാമിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിലുണ്ടായിരുന്ന സമയത്ത് കാണാൻ പോയി. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. പിന്നെ അരുണാചൽ പ്രദേശിന്റെയോ മണിപ്പൂരിന്റെയോ ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയി. സോണിയാഗാന്ധിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. അങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പാടുള്ള സോണിയാഗാന്ധിയെ ആ വസതിയിൽ പോയിട്ട് എങ്ങനെയാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പോയി സന്ദർശിക്കുന്നത്? 2 പാർലമെന്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തോ ചരട് കെട്ടിക്കൊടുക്കുന്നു. സോണിയാഗാന്ധിക്ക് ഗോവർദ്ധൻ ഉപഹാരം നൽകുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. ഞാൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു CPM-ൻ്റെയൊക്കെ ഒരു മൈതാന പ്രാസംഗികൻ്റെ ആശയ നിലവാരത്തിലേക്ക് താഴ്ന്നതിൽ എൻ്റെ വലിയ കുണ്ഠിതം രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധമില്ല എന്നുള്ളത് കൊണ്ട് അത് വിടുകയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും ത്രിപുരയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളത്തിലെ പോളിംഗ് പൂർത്തിയായപ്പോൾ ഇവിടുത്തെ വ്യവസായികളെയും കൂട്ടി ലോകം ചുറ്റാൻ സുഖവാസത്തിന് പോയ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അത്ഭുതമില്ല. എന്നാലും മുഖ്യമന്ത്രി ആയിപ്പോയല്ലോ എന്നതിലൊരു ഖേദമുണ്ട്. ഞാൻ ഒരു കാര്യം അതിനകത്ത് സൂചിപ്പിക്കുന്നത്, ഒരുപക്ഷെ ഈ പോറ്റി അദ്ദേഹത്തിൻ്റെ ഇതം പ്രഥമമായ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാകാം. പിണറായി വിജയനോടൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ അത് കാണിക്കൽ അർത്ഥമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഒരു ആംബുലൻസിന്റെ സമർപ്പണ ചടങ്ങ്, അത് മറ്റുള്ള ആളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു പൊതു ചടങ്ങാണല്ലോ. നിങ്ങളൊക്കെ കാണുന്നത് ഇവിടെ ഒരു ആംബുലൻസിന്റെ സമർപ്പണ ചടങ്ങിൽ വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു, കുറെ പേരുണ്ടായിരുന്നു. അതുപോലെയല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ഒരാളെ വീട്ടിൽ ചെന്ന് കാണുന്നത് അങ്ങനെയല്ലെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പോയിന്റ്. അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം അഭിലാഷ്. ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ഈ ആർഗ്യുമെന്റ് അദ്ദേഹം ഒരു പരാതിയായിട്ട് SITക്ക് എഴുതി കൊടുക്കട്ടെ, എന്നിട്ട് അതും കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കട്ടെ. ഈ പോറ്റി ആരെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ പടം പുറത്തു വന്നിട്ടുണ്ട്, അതൊക്കെ വേണമെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമാക്കിയിട്ട് അതും SIT അന്വേഷിക്കട്ടെ. നമുക്ക് അതും ഇൻകോർപ്പറേറ്റ് ചെയ്യാം പുതിയ പിന്നെ ഈ സബ് കംപ്ലൈന്റിന്റെ ഭാഗമായിട്ട് അത്തരത്തിലൊരു അന്വേഷണം നടക്കട്ടെ. ഇതൊക്കെ ഇത്തരം ബാലിശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒട്ടകപക്ഷിയെ പോലെ പിന്നെ പൂഴിയിൽ പൂഴ്ത്തി വെച്ചാൽ ആരും കാണില്ല എന്നൊക്കെ മുഖ്യമന്ത്രി വിചാരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോട് സഹതാപം നേരാനല്ലാതെ എന്തിനു കഴിയും? ഇവിടെ നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ഈ കൊടും കൊള്ളയുമായി, കഠോര പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിരന്തരമായി നടത്തുന്ന പ്രസ്താവങ്ങൾ മാത്രം മതിയല്ലോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഒക്കെ ഭസ്മമായി പോകാൻ. അവരുടെ ഭരണകാലത്തല്ലേ ഈ നഗ്നമായ ഓരോ കാര്യങ്ങളും. കാരണം ഇതൊരു സാധാരണ തട്ടിപ്പല്ല അഭിലാഷ, ഇതൊരു സർക്കാർ നിയമമുണ്ടാക്കി ഓർഡിനൻസ് ഇറക്കി പുതിയ ഉത്തരവുകൾ ഇറക്കി നടത്തിയ ഒരു തട്ടിപ്പാണ്. കാരണം ഇവിടെ അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ച് മാത്രമേ സ്വർണത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പാടുള്ളൂ. ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി അഴിച്ചെടുക്കുമ്പോൾ വിജിലൻസിൻ്റെ സാന്നിധ്യം വേണം. അതുപോലെ തന്നെ 15 മണിക്കൂർ കൊണ്ട് ഈ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്തെത്താം. 1 മാസവും 9 ദിവസവും എടുക്കുകയാണ്. സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തി മാസ്റ്റർ എഴുതി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ സർക്കാർ നേതൃത്വത്തിൽ, ദേവസ്വം നേതൃത്വത്തിൽ നടന്നൊരു കൊള്ളയാണ്. സർക്കാരിന്റെ നേതൃത്വത്തിലോ അറിവിലോ നടന്ന കൊള്ള എന്നുള്ളതാണ് കോൺഗ്രസിന്റെ. പെട്ടെന്ന് ഒറ്റ കാര്യം അഭിലാഷേ, ഒരു കാര്യം കൂടി ഒറ്റ കാര്യം സൂചിപ്പിക്കട്ടെ അഭിലാഷേ. ഇതൊരു 50 കൊല്ലം കഴിഞ്ഞാൽ ഇതൊരു ഹോളിവുഡ് ക്രൈം ത്രില്ലറിനോ അല്ലെങ്കിൽ ബോളിവുഡിലെ വലിയ ഒരു റോബറി റിലേറ്റഡ് സ്റ്റോറി ഉള്ള സിനിമക്കൊക്കെയുള്ള തിരക്കഥയാണിത്. കാരണം ഒരു സർക്കാരാണ് അന്താരാഷ്ട്ര വിഗ്രഹ ആന്റിക് മാഫിയക്ക് വേണ്ടി ഇവിടെ ആസൂത്രിതമായിട്ട് കൊള്ള സംഘത്തിന് വഴിയൊരുക്കി അതിൽ പങ്കാളിയായത്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ട ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ഇതുപോലെ അപഹാസ്യമായ ഒരു പ്രവൃത്തി വേറെയുണ്ടോ? ഒരു മഹാക്ഷേത്രത്തെയാണ് ഈ കൊള്ളയടിക്കുന്നത്. ഇത് ഹിന്ദു വിശ്വാസികളുടെ മാത്രം കാര്യമല്ല, ഓരോ മലയാളിയുടെയും വികാരമാണിത്. എന്നിട്ട് പോറ്റി അവിടെ പോയി ഫോട്ടോ എടുത്തു, സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുത്തു. ഇനി ഇന്ദിരാഗാന്ധിയുടെ കൂടെ വല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ നാളെ അതും പുറത്തു വിട്ട് രാജീവ് ഗാന്ധിയുടെ കൂടെ വല്ല ഫോട്ടോ ഉണ്ടോ എനിക്കറിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പ്രതിരോധം തീർക്കുന്ന മുഖ്യമന്ത്രിയെ ചുരുട്ടി മടക്കി ചവറുകൂനയിൽ കേരളം എറിയും, ഒരു തർക്കവും വേണ്ട. ശരി.